എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് തോമസ് എന്നാണ്. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏർജൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. അതായത് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഗവൺമെൻറ് നിയമപ്രകാരം 31 മാർച്ച് 2023 അതായത് നെക്സ്റ്റ് ഒരു 1 മന്തിനുള്ളിൽ തന്നെ നമ്മൾ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നമായിട്ട് നമുക്ക് മാറാം. അപ്പോൾ അതെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അത് ഏത് വെബ്സൈറ്റിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലവരും ചിലപ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞൊരു 1 ഇയറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണും. പക്ഷേ എന്നാലും കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ തന്നെ നമ്മൾ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എൻഷുർ ചെയ്യണം ദാറ്റ് നമ്മുടെ ഈ പാനും ആധാറും ലിങ്ക്ഡ് ആണെന്നുള്ള ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നുള്ള 100% എൻഷുർ ചെയ്യണം. അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും റെലവൻ്റ് ആണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള പാൻ കാർഡും ആധാർ കാർഡും കീൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റേറ്റസ് എന്തായാലും നമുക്ക് അറിയാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലിലെ കോണ്ടന്റ് നോക്കുക. കോണ്ടന്റ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കോണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പാനും ആധാറും ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡ് കംപ്ലീറ്റ് ഇൻഓപ്പറേറ്റീവായി പോകുമെന്നുള്ളതാണ് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാൻ ഇൻഓപ്പറേറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് കൊണ്ട് നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല, നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് തിങ് കൊണ്ട് നമുക്ക് റിട്ടേണിൻ്റെ റീഫണ്ട്, നമ്മൾ ടാക്സ് അടച്ചിട്ട് എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ്, അതായത് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മുടെ പാൻ കാർഡ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ റിട്ടേൺ എവിടെയെങ്കിലും ഫയൽ ചെയ്യാൻ മിസ് ചെയ്ത് എന്തെങ്കിലും ഇൻകം ഡിക്ലെയർ ചെയ്യാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വീണ്ടും നമുക്ക് ഒരു അപ്ഡേഷനും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം എന്താണ്, നമ്മൾ ഹയസ്റ്റ് ടാക്സ് ബ്രാക്കറ്റിൽ പെട്ടിട്ട് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇൻഓപ്പറേറ്റീവ് പാൻ കാർഡിൻ്റെ മുകളിൽ ഇൻഓപ്പറേറ്റീവ് പാൻ കാർഡാണ് നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയസ്റ്റ് ടാക്സ് ബ്രാക്കറ്റിലേക്ക് വരികയും ചെയ്യും. ആ ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടിയും വരും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ കിടക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ആർക്കൊക്കെയാണ് ഈ പ്രോസസ്സ് ചെയ്യേണ്ടാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നം വരാത്തതായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം NRIs ആണ്. ഇൻകം ടാക്സിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് NRI ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന എല്ലാവർക്കും ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യേണ്ട. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നതാണ്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. പ്രീവിയസ് ജനറേഷൻ ഇന്ത്യയിലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ജനിച്ചതും വളർന്നുമല്ലാതും ഒരു വിദേശ രാജ്യങ്ങളായിരിക്കും. അതും അവർക്കും ശരിക്കും ഈ പറഞ്ഞ പോലെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. തേർഡ് എന്ന് പറയുന്നത് പീപ്പിൾ ഹു ആർ ഏജ്ഡ് എബവ് 80 എന്നുള്ളതാണ്. 80 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്കും പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് കൊണ്ടും ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. ഇനി നാലാമത്തായിട്ട് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരും കൂടിയുണ്ട്. അവർക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നത് ആസാമിലോ ജമ്മു ആൻഡ് കാശ്മീരിലോ അതോ മേഘാലയയിലോ ആണ് അവരുടെ സ്റ്റേറ്റ് ഓഫ് റെസിഡൻസ് എങ്കിൽ അവർക്കും പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്യുക. അതിനകത്ത് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് എടുക്കുക. ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ ഇൻകം ടാക്സ് gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ എടുക്കാൻ. അതിനകത്ത് ഹോം എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ ക്വിക്ക് ലിങ്ക്സിനകത്ത് ലിങ്ക് ആധാർ സ്റ്റേറ്റസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, പാൻ കാർഡ് നമ്പറും ആധാർ നമ്പറും കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ആ സ്പേസ് കുറച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും നമ്മുടെ ഇൻഫർമേഷൻ പുറത്ത് ആരെങ്കിലും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ, ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ആധാർ നമ്പർ ആ സ്പേസ് കൊടുത്തിട്ടുണ്ടതിൻ്റെ തൊട്ട് താഴെ ക്യാൻസൽ എന്നുള്ള ബട്ടനാണ് കാണുന്നത്. അവിടെ എല്ലാം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നമുക്ക് ഒരു വൺസ് യു ഫിനിഷ് ക്ലിക്കിംഗ് ദി ആധാർ നമുക്ക് വ്യൂ ലിങ്ക് ആധാർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാൻ കാർഡ് ഈസ് ലിങ്ക്ഡ് എന്ന് ക്ലിയർലി എഴുതിയതായിട്ട് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യുവർ പാൻ കാർഡ് ഇസ് ഓൾറെഡി ലിങ്ക്ഡ് വിത്ത് ആധാർ എന്ന് പറയുന്ന മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇൻ കേസ് നമ്മുടെ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊരു മെസ്സേജാണ് വരുന്നതെങ്കിൽ അവർ ഡയറക്റ്റ്ലി നമുക്ക് ലിങ്ക് ആധാർ എന്ന് പറയുന്നൊരു ഇതിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ആ റീഡയറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ്, അതായത് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡ് നമ്പറും അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മൊബൈലിനകത്തും മെയിൽ ഐ ഡിക്കകത്തും ഒരു OTT വരും. ആ OTT ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ആവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർലി മനസ്സിലായി എന്ന് ഞാൻ കരുതിക്കോട്ടെ. നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സിൻ്റെ അടുത്തും പോസിബിളി എല്ലാ സ്ഥലത്തും ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദാറ്റ് ദെയർ പാൻ കാർഡ് ഇസ് ലിങ്ക്ഡ് വിത്ത് ദെയർ ആധാർ. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. അടുത്തൊരു നല്ലൊരു വീഡിയോ, ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ കോണ്ടൻറ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.